അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു തീറ്റ വ്ളോഗ് ആയാലോ. അമ്മൂസനെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ, അതില്ലെങ്കിൽ പറ്റില്ല ഗൈസ്. ഇതാണ് എൻ്റെ ജീവനും ജീവശ്വാസവും. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കി, ദോശയും ചമ്മന്തിയാണ് രാവിലെ കഴിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തികളിൽ ഈ ചമ്മന്തി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ആസ്വദിച്ച് ഞാൻ തന്നെ കഴിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ തലമുടി ഇരിക്കുന്നത് കണ്ടോ, ഇതൊന്നുമല്ല. ഇനി ഉച്ചയാകുമ്പോൾ വേറെ ആളായിരിക്കും ഞാൻ. കാരണം 27 വയസ്സിൽ തന്നെ തല ഇങ്ങനെ നരച്ചിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും. അതെന്താണെന്ന് ആയിരിക്കും അറിയുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെയും ഒരു ചായ ബാക്കിയാണ് കേട്ടോ, രാവിലത്തെ ചായയുടെ ബാക്കി. അതെങ്ങനെ കുടിച്ച് പുറത്തോട്ട് നോക്കിയിരിക്കേണ്ട സുഖം അത് വേറെ ഒന്നാണ് കേട്ടോ. ഉച്ചയായപ്പോഴേക്കും ദാ ചേട്ടായും വന്നു, ഞാനും ചോറിനാൻ വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് രാത്രി വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് മസാല വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുളൻകിഴങ്ങ് മസാല. അതും മീൻ വറുത്തതും നത്തോലി കറിയുമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കണ്ട ഞാനെന്ന് തലയിൽ ഞാൻ ഹെന്ന പുരട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്താ എല്ലാവരും കൂടി ചേർത്തൊരു മീൻ കറിയും മീൻ വറുത്തതും തോരനൊക്കെ കൂട്ടി ചേർത്ത് ഞാനങ്ങ് കഴിച്ചു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഇപ്പം അമ്മൂസ് വന്നപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു. ചായ ഒന്നും കൊടുത്തില്ല. ഞങ്ങളെല്ലാവരും കൂടി ചേസ് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് അങ്ങ് കുടിച്ചു. അമ്മൂസിന് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ കണ്ട അപ്പോൾ ചേസ് പറയണോ അമ്മൂസിന് രാജുണ്ട്. അപ്പോൾ നമ്മൾ ചേസ് പറഞ്ഞു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഇവരാരും ഞാൻ കൂട്ടിയില്ല കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങ് മസാലയും ദോശയൊക്കെ ചേർത്തൊരു മസാല ദോശ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കുക, ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക, സൂപ്പറാണെന്ന് പറയുക. അതൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എനിക്കതാണ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു കട്ടൻ ചായ, നല്ല അടിപൊളി കട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴേക്കും നമ്മൾ ചോറ്, മസാലക്കറി ഉണ്ടായിരുന്നു, മീൻ വറുത്ത ഉണ്ടായിരുന്നു, ഒരു വെണ്ടക്ക നല്ല രീതിയിലൊന്നും മെഴുക്ക് വരട്ടിയതുണ്ടായിരുന്നു കേട്ടോ. മീൻ കറി ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ രാത്രിയിലത്തെ ഒരു ഡേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ. ഇത്രയേ ഉള്ളൂ. ബൈ.